പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിച്ച എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2 വിജയഗാഥകൾ കൂടി. നിലമ്പൂർ എയ്സിൽ നിന്നും സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് അഡ്വൈസ് ലഭിച്ച പ്രിയ കൂട്ടുകാർ ജഗന്നാഥിന്റെയും ഹരിപ്രസാദിന്റെയും പഠന രീതികളും കൂടുതൽ വിശേഷങ്ങളും ചോദിച്ചറിയാം. എല്ലാവർക്കും എയ്സ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഹരിപ്രസാദ്. എൻ്റെ പേര് ജഗന്നാഥ്. ഞങ്ങൾ രണ്ടുപേരും നിലമ്പൂർ എയ്സിൻ്റെ സ്റ്റുഡൻസാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ CPOയുടെ അഡ്വൈസ് ആയിട്ടുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2022 ഒക്ടോബർ 28 എയ്സിൽ അഡ്മിഷൻ എടുക്കണേ. അന്ന് തൊട്ടാണ്ട് ഫുൾ ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചായിരുന്നു. വേറെ ഒന്നിനും പോവാതെ, കല്യാണങ്ങൾക്കോ നമ്മളെ സൽക്കാരങ്ങൾക്കോ ഒന്നും പോവാതെ അത്രയും ടൈം നമ്മൾ സാക്രിഫൈസ് ചെയ്താണ്ട് ഇവിടെ ഇരുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു ഫലം കിട്ടിയത് ഈ റീസെൻ്റായിട്ട് CPOൻ്റെ അഡ്വൈസ് ആയിട്ടാണ്. PSCയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിഗ്രി കഴിഞ്ഞ് എന്തിനു പോകണം എന്നുള്ളൊരു ചിന്ത എല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരത്ത് കുറച്ച് കാലം വീട്ടിൽ നിന്ന് മാറിക്കുക, അങ്ങനെ ഒരു മൈൻഡിലാണ് PSCയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഒരു വർഷം പോയപ്പോൾ അതൊരു സീരിയസ് ആയി. കൂട്ടത്തിലുള്ള ആൾക്കാർ പലരും ജോലി കയറി പോയപ്പോൾ നമുക്കും കയറണം, അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളിൽ വന്നു. അങ്ങനെയാണ് PSC കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. എൻ്റെ പഠന രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാവിലെ 9 മണിയാകുമ്പോൾ എയ്സിലെത്തുമായിരുന്നു. എന്നിട്ടൊരു രാത്രി 8 മണി വരെ മാക്സിമം ഇരിക്കുമായിരുന്നു. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒരുപാട് എഫക്റ്റീവ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് സ്വന്തം നോക്കിയാൽ ചിലപ്പോൾ നടക്കാറില്ല. അപ്പോൾ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തും. പിന്നീട് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് റിസോഴ്സസ് ലിമിറ്റ് ചെയ്യാനായിരുന്നു. കാരണം കണ്ടമാന റിസോഴ്സസ് നമ്മളെ മുന്നിലുണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും ഫോക്കസ് ചെയ്യാത്ത ഒരവസ്ഥ വരും, ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് റിസോഴ്സ് ലിമിറ്റ് ചെയ്യും. മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു റാങ്ക് ഫയൽ മാത്രം ഫോളോ ചെയ്യുക. അത് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുമായിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും, ചെയ്ത് ലാസ്റ്റ് അറിയാൻ പറ്റും, വാല്യുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയയാണ് വീക്കായിട്ടുള്ളത്. ആ ഏരിയ മാത്രം റാങ്ക് ഫയൽ വെച്ച് പഠിക്കും. ബാക്കി മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കേസിൽ എന്നും രാവിലെ 8 മണിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. കാരണം ഞാനൊരു ചെറിയ ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു 5 മണി 6 മണി ആ സമയത്തൊക്കെയാണ് കൂടുതലും എയ്സിലെത്താറ്. അപ്പോൾ ആ സമയത്തും ഇവിടെ എയ്സ് നമുക്ക് ഈ 24 മണിക്കൂർ അവരുടെ ഫെസിലിറ്റി അവരെപ്പോഴും തുറന്നിട്ടുണ്ട്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനത്തെ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2-3 പേര് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ചും കൂടി ആ ഇംഗ്ലീഷ്, മാത്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി അറിവുള്ള ആൾക്കാർ നമുക്ക് ഇങ്ങനെ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബുക്സ്, എയ്സിൻ്റെ തന്നെ ബുക്സുകളുണ്ട്, അതിന് തന്നെ റെഫർ ചെയ്യും. പിന്നെ തൊഴിൽ വാർത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മളതിന് നോക്കിക്കാണ്ട് നമുക്ക് വേണ്ടത് ആ സമയത്ത് ഇരുന്ന് പഠിക്കും. ഡിഗ്രിക്ക് ശേഷമാണ് സെക്യൂർഡായിട്ടുള്ളൊരു ജോബ് വേണമെന്നുള്ളൊരു ആവശ്യം തോന്നി തുടങ്ങിയത്. അപ്പോഴാണ് PSC നല്ലൊരു ഓപ്ഷനാണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. ആദ്യം വന്നപ്പോൾ നമുക്ക് നല്ല ഭാരമായിട്ട് തോന്നും. ഇത് പഠിച്ചാൽ നടക്കുമോ, പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷന് വരുമ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡുള്ള ആൾക്കാരാവും എല്ലാവരും. അപ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അത് പിന്നീട് നമ്മൾ ഇവിടെ എന്താ പറയുക, ആ ഒരു കമ്പൈൻ സ്റ്റഡി, അതേപോലെ
ഒരുമിച്ച് പഠിക്കാനുള്ള സമയങ്ങളും അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് തുടങ്ങും. പതിയെ ഞാൻ ആ ട്രാക്കിലേക്ക് വന്നതാണ്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് എല്ലാം പഠിച്ച് തീർക്കാമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. സാവധാനം തന്നെ പഠിച്ചിട്ട് എടുക്കാമെന്നുള്ളൊരു തോന്നൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. പോലീസിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂണിഫോം പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യണം കാണണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് PSCയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് 530/2019 പറഞ്ഞ പോലീസ് നോട്ടിഫിക്കേഷനാണ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ ജോലി കിട്ടിയില്ല. ഭയങ്കര വിഷമമായിരുന്നു, ജോലി കിട്ടിയില്ലല്ലോ. അധികം ഒരുപാട് പേര് അറിഞ്ഞും ചെയ്തു. നമുക്ക് പറയാൻ ഒരു മറുപടി ഇല്ലാത്തൊരു സമയം. പിന്നെ അതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. എങ്ങനെയെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു, നിർത്തണ്ട, ഇതിൽ തന്നെ തുടങ്ങിയാണ്ട് അടുത്തതിൽ ജോലി കിട്ടണം എന്നുള്ളൊരു വാശിയിലാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആ ലിസ്റ്റ് കട്ടാവുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് വന്നത്. പിന്നെ അതിനും വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഒരുപാട് കഷ്ടപ്പെട്ടു ആ റാങ്ക് ലിസ്റ്റിൽ വന്ന് മുന്നോട്ട് വരാൻ. അവസാനം ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള റാങ്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം. തുടക്കക്കാരെ സംബന്ധിച്ച് PSC ഒരു കടലായിട്ട് തോന്നും. പക്ഷേ ടാഗോറിൻ്റെ ഒരു കോട്ടുണ്ട്, നിങ്ങൾക്കൊരു കടൽ താണ്ടണമെങ്കിൽ അതിനെ വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഒരു കോട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോട്ട് എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വലിയ കടലായിട്ട് തോന്നി, പക്ഷേ പതിയെ അങ്ങനെ ഇറങ്ങിച്ചെന്നതാണ്. അപ്പോൾ മനസ്സിലായി സംഭവം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഇതാണ്, കടലായിട്ട് തോന്നും, പക്ഷേ അതൊന്നുമില്ല. നമ്മൾ ഇറങ്ങിയാൽ മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം. CPOൻ്റെ സിലബസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമണായിട്ട് ഞാൻ ജനറൽ PSCക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് CPOയ്ക്കും പഠിച്ചത്. പിന്നെ CPOയിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു 20 മാർക്കിനുണ്ട്. അതിന് കുറച്ചധികം എന്നും പഠിക്കുമ്പോൾ അതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തും. അതിൽ മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ റാങ്ക് കണ്ടെത്തുന്നത്. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാലോ, റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിനായിട്ട് PSC ഇറക്കണ അവരുടേതായിട്ടുള്ള കുറച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ വരുന്ന ടോപ്പിക്കുകൾക്ക് കുറച്ചധികം, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കിനുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ അതിനേതായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തിയാണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഉള്ളത്. കൂടുതലായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്ക് അതിനാണ് കൂടുതലായിട്ടും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ മുന്നിലെ മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞത് ഫിസിക്കൽ ടെസ്റ്റാണ്. നമ്മൾ എക്സാമിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിനും പ്രാധാന്യം കൊടുക്കണം. PSCയുടെ നിർദ്ദേശപ്രകാരം 8 ഇവൻ്റാണുള്ളത്. ആ 8 ഇവൻറ്റിൽ 5 പാസ്സായാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഇവൻറ്റും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഫിസിക്കലിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമുക്ക് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ട ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഓട്ടമാണ്. അത്യാവശ്യം ഓടുന്ന എല്ലാവരും 100 മീറ്റർ പാസ്സാവും. പിന്നീട് വരുന്ന ഐറ്റം ഹൈ ജമ്പ്, ലോങ് ജമ്പ്. അവിടെയാണ് നമ്മുടെ ഫിസിക്കലിൻ്റെ ഒരു യോഗ്യത നിർണ്ണയിക്കപ്പെടുന്നത്. അതായത് പല ആളുകളും ചിലപ്പോൾ ഹൈ ജമ്പ് കിട്ടില്ല എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പലർക്കും ലോങ് ജമ്പ് നഷ്ടപ്പെടും. പിന്നെ വരുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഷോട്ട് പുട്ട്, ബോൾ ത്രോ, റോപ്പ്, പുള്ളപ്പ്, 1500 എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവൻ്റ് പാസ്സായി ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ്. അതിന് നമ്മളെല്ലാ ഇവൻറ്റും ഒരു ഇവൻറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കാതെ എല്ലാ ഇവൻറ്റിലും ഒരേപോലെ പെർഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നമുക്ക് അവിടെ നിന്ന് നല്ല രീതിയിലൊരു വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. നിലവിൽ CPO ആണ് അഡ്വൈസ് ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു അഡ്വൈസ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനിയും പലതും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഈ അഡ്വൈസ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു റാങ്ക് ലിസ്റ്റിലൊന്നും എഴുതിയിട്ട് പഠനം നിർത്തരുത്. ഞാനും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കും. PSC പഠിക്കാൻ വരുന്ന പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതല്ല, നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം.
റാങ്ക് ലിസ്റ്റിൽ പേരൊന്നും ഇത് കരുതിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പറയും അതൊരു മോട്ടിവേഷനാണെന്ന്, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു ഡീമോട്ടിവേഷനാണ്. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം ജോലി കിട്ടില്ല എന്നറിയണത്, അതായത് വീണ്ടും റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടുന്നുള്ള റാങ്ക് വരുന്ന വരെയുള്ളൊരു കാലഘട്ടം എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സമയം. പലരുടെയും ചോദ്യങ്ങൾക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, മറുപടി കൊടുക്കാൻ പറ്റാതെ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. PSCയിൽ നിലനിൽക്കാനും പഠിക്കാനും സുഖമാണ്, പക്ഷെ അത് സർവൈവ് ചെയ്യുക, ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ എഫേർട്ട് ഇടണോ, എത്രത്തോളം കഷ്ടപ്പെടുന്നോ അപ്പോഴേ അതിനൊരു മെച്ചപ്പെട്ടൊരു ഫലം ഉണ്ടാവുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സന്തോഷം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് തരാനുള്ളൊരു ഉപദേശവും നിർദ്ദേശവും.